ഇറാന്റെ പ്രധാന ശക്തിയായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമുസ് കടലിടുക്ക് അടച്ചതായി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനും തീയിടുമെന്നും മുന്നറിയിപ്പ് നൽകിയാണ് സംഘർഷത്തിന്റെ 4ാം ദിവസത്തിലേക്ക് ഇറാൻ കാലെടുത്ത് വെച്ചത്. ഒരു വശത്ത് ഇറാനും മറുവശത്ത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സായുധ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പ്രഖ്യാപനം. ഗാർഡ്സ് കമാൻഡർ ഇൻ ചീഫിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ ബ്രിഗേഡിയർ ജനറൽ സർദാർ ഇബ്രാഹിം ജബാരിയാണ് ഈ അടച്ചുപൂട്ടൽ നേരത്തെ പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ആരെങ്കിലും കടന്നുപോകാൻ ശ്രമിച്ചാൽ റവല്യൂഷണറി ഗാർഡുകളുടെയും സാധാരണ നാവികസേനയുടെയും വീരന്മാർ ആ കപ്പലുകൾക്ക് തീയിടും എന്നാണ് ജബാരി പറഞ്ഞത്. ഇറാന്റെ പരമോന്നത നേതാവ് അയതൊള്ള അലി ഖമനേയി അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത്. എന്നാൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ അവകാശവാദത്തെ എതിർത്തുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ എണ്ണയുടെ 1/5 കടന്നുപോകുന്നത്. വടക്ക് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഈ കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ടാങ്കറുകൾ സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ, ബഹ്റൈൻ, UAE, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയും വാതകവും കൊണ്ടുപോവുകയാണ്. ആ എണ്ണയുടെ ഭൂരിഭാഗവും ഏഷ്യയിലേക്കാണ് പോകുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിനുണ്ടാകുന്ന ഏതൊരു തടസ്സവും എണ്ണ വ്യാപാരത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. ആഗോള എണ്ണ ലൈഫ് ലൈൻ തന്നെ അപകടത്തിലായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാനും ഒമാനും നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും വാണിജ്യ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ അവകാശമുള്ള ഒരു അന്താരാഷ്ട്ര ജലപാതയായി ഇത് വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ്. ഫെബ്രുവരിയിൽ സൈനിക അഭ്യാസത്തിനിടെ ഇറാൻ ഈ കടലിടുക്കിന്റെ ചില ഭാഗങ്ങളിൽ ഗതാഗതം താൽക്കാലികമായി നിയന്ത്രിച്ചിരുന്നു. ആ നീക്കം തുടർന്നുള്ള ദിവസങ്ങളിൽ എണ്ണവില ഏകദേശം 6% ഉയരാനും കാരണമായിരുന്നു. പ്രതിദിനം 300 കപ്പലുകൾ ഇതുവഴി കടന്നുപോകുന്നു എന്നാണ് കണക്കുകൾ. ഹോർമുസ് അടച്ചാൽ ആഗോള വിപണിയിലെ എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലാവുകയും വില വളരെയധികം കുതിച്ചുയരുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം രൂക്ഷമായതോടെ ഇതിനോടകം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. തിങ്കളാഴ്ച രാവിലെ ക്രൂഡ് വില 7% ഉയർന്ന് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾക്ക് ഇറാൻ ഇതുവരെ പ്രതികാരം ചെയ്തത് ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ്. കൂടാതെ UAE, സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലും ഇറാൻ മിസൈലുകൾ വർഷിച്ചിരുന്നു. നിലവിലെ വേഗതയിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ആഴ്ചകളോളം തുടരാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ശത്രുക്കളുടെ ആക്രമണങ്ങളെ തടയുന്ന പാട്രിയറ്റ് മിസൈലുകൾ പോലുള്ള ആധുനിക ആയുധങ്ങൾ നിർമ്മിച്ചെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. അതിനാൽ തന്നെ വരും ആഴ്ചകളിൽ ഇറാനുമായുള്ള യുദ്ധം തീവ്രമായാൽ അമേരിക്കയുടെ ആയുധ ശേഖരം അപകടകരമായ വിധം കുറയാനും സാധ്യതയുണ്ട്. ഇത് മറ്റു രാജ്യങ്ങളിലെ അമേരിക്കൻ പ്രതിരോധ തന്ത്രങ്ങളെയും ബാധിച്ചേക്കാമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പെയിൻ പറഞ്ഞതോടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളെല്ലാം രാജ്യം വിട്ടുപോയി. അമേരിക്കൻ സ്പെയിൻ സംയുക്ത നിയന്ത്രണത്തിലുള്ള റോട്ട മൊറോൺ താവളങ്ങളിൽ നിന്നാണ് 15 വിമാനങ്ങൾ പോയത്. ജർമ്മനിയിലെ റാംസ്റ്റീൻ വ്യോമത്താവളത്തിലേക്കാണ് ഇതെല്ലാം പോയത്. സ്പെയിനിന്റെ പരമാധികാരത്തിലുള്ള സൈനിക താവളങ്ങൾ ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഹോസെ മാനുവൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇറാനെ അമേരിക്ക ആക്രമിച്ചതിനെയും സ്പെയിൻ അപലപിച്ചിരുന്നു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഈ നിലപാട് അമേരിക്കയും സ്പെയിനുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനും സാധ്യതയുണ്ട്. അതേപോലെ ഇറാനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ബ്രിട്ടനും തുടക്കത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു.